ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ബാക്കിയുള്ള കതിർ വിശേഷങ്ങൾ കണ്ടാലോ? കാണാം. രാവിലെ ഒരു 10-11 മണിക്കുള്ള തന്നെ കൊടുങ്ങല്ലൂർ അമ്മ വന്ന് നമുക്ക് ഭസ്മമൊക്കെ തന്നു. ഭസ്മം നമ്മളൊക്കെ മേടിച്ചു. അപ്പോൾ നമ്മൾ തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അതാണ് തലയിൽ മൊത്തം ഭസ്മമൊക്കെ ഉള്ളത്. ഇതേ കോലത്തിൽ തന്നെ നമുക്ക് രാത്രിക്കുള്ള താലപ്പൂ റെഡിയാക്കണം. ഇവിടെ അരളിപ്പൂവാണ് കേട്ടോ വയ്ക്കുക. അരളിയും ചെമ്പരത്തിയാണ് വയ്ക്കുക. അപ്പോൾ വൈകുന്നേരത്ത് ഈ പരിപാടിയൊക്കെ ശേഷം വൈകുന്നേരത്ത് കതിർ പറമ്പിൽ പോയിട്ട് നമുക്ക് പരിപാടികൾ കാണാം. അപ്പോൾ ചെണ്ട ഇത് ഇവിടുത്തെ മന്നത്തുമുത്തി പറഞ്ഞു തരുന്നത്. രാവിലെ കണ്ടത് കൊടുങ്ങല്ലൂർ അമ്മയാണ് കേട്ടോ. പിന്നെ നാസിക് ഡോള് 2-3 സെറ്റ് നാസിക് ഡോൾ ഉണ്ടായിരുന്നു. 2 സെറ്റ് നാസിക് ഡോൾ, പിന്നാലെ ഒരു സെറ്റുണ്ട്, ഫ്രണ്ടിലൊരു സെറ്റുണ്ട്. ആ ഭാഗം എനിക്ക് എടുക്കാൻ കിട്ടിയില്ല. പിന്നെ ഇത് വന്നിട്ട് വടവന്നൂർ മന്നത്ത് ഭഗവതിയുടെ ആ അമ്പലത്തിൻ്റെ ഒരു ഡെമോ, അങ്ങനെയൊക്കെ ഒരു മോഡൽ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒന്നുണ്ടായിരുന്നു. പിന്നെ അത് കുതിരയിലാണ് വന്നത്. നല്ല വെള്ള കുതിരയിലെ നന്നുണ്ടായിരുന്നു. ആ രഥം രാത്രി കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു കേട്ടോ. അതിപ്പോൾ കുറച്ച് വെളിച്ചത്തിലായതുകൊണ്ട് ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണില്ല. ഇതൊക്കെയാണ് കതിർക്കൂട്. ഓരോ ദേശത്തിലുള്ള ആൾക്കാർ അവരുടെ ദേശത്തു നിന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ട് ഓരോ കതിർക്കൂട് വരും. പിന്നെ ആ കതിർ പറമ്പിൽ എടുത്ത് എറിയലാണ് പതിവ്. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ എറിഞ്ഞ കതിർ പിടിക്കാനുള്ള ആവേശത്തിലായിരിക്കും. ഇനി കതിർപ്പറമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൂടെ വരും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ കറക്റ്റ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടു. ആ ഭാഗത്ത് കണ്ടാൽ തന്നെയാണ് കേട്ടോ ഇവിടെയുള്ളത്. ഓക്കെ, ഇതാണ് രാത്രിയിലെ ആ ഡെമോ പറഞ്ഞില്ലേ അത്. രാത്രി കുറച്ചും കൂടെ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ എൻ്റെ ഫോണെ കൊണ്ട് പറ്റിയല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പടക്കും വെടിക്കെട്ടും പൂക്കുറ്റിയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇത് ശരപടത്തിൻ്റെ ഉള്ളിൽ ഇവിടെ ഈ ദേവിയുടെ മന്നത്തുമുത്തിയുടെ ഫോട്ടോവും ഉണ്ടാവും. പിന്നെ രാത്രി ഇതായിരിക്കും താലം. മന്നത്തുമുത്തിയാണ് നമുക്കത് ഈ താലത്തിനൊക്കെ റെഡിയാക്കുക. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക്. ഓക്കെ, ബൈ.